തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന വലിയ യുദ്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മലയൻകീഴ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ കള്ളത്തരം കാണിച്ചവർ ആരൊക്കെയെന്ന് ഓരോരുത്തരായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ജയിലിലേക്ക് വലിയൊരു ഘോഷയാത്ര തന്നെ ഉടനെ ഉണ്ടാകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയതിനു ശേഷമാണ് വിശ്വാസികൾക്കെന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം അരങ്ങേറിയതെന്നും വി.ഡി. സതീശൻ ആക്ഷേപിച്ചു. പരിപാവനമായ പവിത്രമായ ശബരിമലയിലെ ധർമ്മശാസ്താവിന്റെ വാതിലും ശ്രീകോവിലിന്റെ കട്ടളയും ദ്വാരപാലക ശില്പവും വരെ അടിച്ചു മാറ്റിയ ആളുകളാണ് ഇന്ന് CPM നേതൃത്വത്തിൽ ഇരിക്കുന്നത്. എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞത്? എന്താണ് ഈ സംഭവം എന്നൊക്കെ പറഞ്ഞത്? ഏതോ ഒരു പോറ്റി ചെയ്താണ് അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇത് ഏതോ ഒരു പോറ്റി മാത്രമല്ല ഇത് ചെയ്തത്. ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ CPM നേതാക്കൾ പങ്കാളികളാണെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പങ്കാളികളാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഇപ്പോ പിണറായി വിജയന്റെ ഇടതും വലതും നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ്. വെറുതെ മോഷണ കുറ്റത്തിനല്ല, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്റെ കുറ്റത്തിന് ജയിലിൽ കിടക്കുകയാണ്. ഈ കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ്. എന്താണ്? അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയവർക്കെതിരായി ഒരു നടപടിയില്ല. CPM MP ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞു, ഒരു നടപടിയില്ല. എല്ലാവരും അമ്പരന്ന്. എന്താ കാര്യം? നടപടിയെടുത്താൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആളുകൾ ബാക്കി പുറത്തു നിൽക്കുന്നവർക്കെതിരായി മൊഴി കൊടുക്കാൻ പേടിച്ചിട്ടാണ്. എന്തൊരു തൊലിക്കെട്ടിയാണ്! അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന് ജയിലിൽ പോയവർക്കെതിരായി നടപടിയെടുക്കാൻ പോലും ചെറുവിരൽ അനക്കാത്തവരായി CPM നേതൃത്വം മാറിയിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കുറെ ആളുകൾ കൂടി അവിടെ വന്നു ചേരും. 2019 എന്താ കോടതി പറഞ്ഞത്? അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്ന് ചെന്നൈയിലെത്താൻ 1 മാസവും 9 ദിവസം എടുത്തു. അന്ന് ഞങ്ങളൊരു സംശയം പറഞ്ഞു, ഇതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം കാത്തുവെച്ചത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഒറിജിനൽ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു. കോടിക്കണക്കിന് രൂപ. അവിടെ പൊതിഞ്ഞ 30 കിലോ സ്വർണ്ണമല്ല, അമൂല്യമായ വിലമതിക്കാൻ പറ്റാത്ത ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു. എന്നിട്ടൊരു വ്യാജ ചെമ്പുമാല് ഇതുകൊണ്ട് ഉണ്ടാക്കി അതാണ് പൂശിക്കൊണ്ടുവന്ന് ഇപ്പുറത്ത് വന്നത്. കോടികളാണ് അടിച്ചു മാറ്റിയത്. ആ കോടികൾ അടിച്ചു മാറ്റിയവരുടെ ഉത്തരവാദികൾ ഇവരെല്ലാവരും ഉണ്ട്. ഞാൻ അന്നൊക്കെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു, ഏത് കോടീശ്വരനാണ് ഇത് വിറ്റതെന്ന് അങ്ങ് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കെതിരായിട്ട് ഒരു നോട്ടീസ് അയച്ചു, വക്കീൽ നോട്ടീസ്. 2 കോടി രൂപയുടെ മാനനഷ്ടം ഉണ്ടായതാണ് അദ്ദേഹത്തിന്. 2 കോടി രൂപ. അപ്പൊ ഞാനൊരു മറുപടി അയച്ചു. ഇപ്പൊ അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തേക്കാണ്. പക്ഷെ 2 കോടി രൂപയുടെ മാന ഇപ്പൊ 10 ലക്ഷം രൂപ കൊടുക്കും. കേസ് വന്നപ്പോ 10 ലക്ഷം രൂപയുടെ മാന കൊടുക്കും. നേരത്തെ 2 കോടി രൂപയുടെ മാന പോയത്. ഞാനത് കോടതിയിൽ ചെയ്തിട്ടുള്ള ഞാൻ അവരുടെ അഭിഭാഷകൻ കൂടിയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ള മുൻ ദേവസ്വം മന്ത്രിക്ക് എന്ത് ബന്ധമാണുള്ളതെന്ന് ഞാൻ തെളിയിച്ചോളാം കോടതിയിൽ. ഇപ്പൊ ഞാൻ തെളിയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ 2 ജയിലിൽ പോയ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തന്നെ പറഞ്ഞു, പോറ്റിയെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്.